NCP സംസ്ഥാന അധ്യക്ഷനാകാൻ തയ്യാറെടുത്ത് തോമസ് കെ തോമസ് ഇന്ന് മുംബൈയിലെത്തി ദേശീയ നേതൃത്വത്തെ കാണും. തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് AK ശശീന്ദ്രൻ ശരത് പവാറിന് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. അതിനിടെ PC ചാക്കോ വേദനിച്ചാണ് രാജി സമർപ്പിച്ചതെന്ന് NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. ദേശീയ പാർട്ടിക്ക് ഒത്ത നിലയിലേക്ക് സംസ്ഥാന ഘടകത്തെ ഉയർത്താനായിരുന്നു ശ്രമം. എന്നാൽ സംസ്ഥാന ഘടകത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടി നേതൃത്വത്തിലേക്ക് തന്റെ പേര് പരിഗണിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നും സുരേഷ് ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. ഇവിടുന്ന് വേണ്ടതുപോലെയുള്ള ഒരു സഹകരണം എല്ലാ ഭാഗത്തൊന്നും കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായപ്പോൾ വേദനയോടുകൂടി അദ്ദേഹം ഈ സ്ഥാനം രാജിവെച്ച് പോയി. ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് ഇവിടത്തേത് നോക്കുക അവിടെയും നോക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം വഴങ്ങിയിരുന്നു ആദ്യം. പിന്നീട് അദ്ദേഹം തോന്നി ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും സഹകരണം ലഭിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ഇത് ഒഴിയുക എന്ന തീരുമാനമെടുത്തു. ആ എല്ലാവരുടെയും സഹകരണമില്ലായ്മയാണ്, തീരെ ഒട്ടും സഹകരണമില്ലായ്മയൊന്നുമില്ല, ചിലരുടെയൊക്കെ സഹകരണമില്ലായ്മയാണ് അതിനകത്തുള്ള ഒരു രാജിക്ക് കാരണമെന്നാണ് ഞങ്ങൾക്ക് ബോധ്യമാവുന്നതിൽ തോന്നുന്നത്. ഇത്രയും കാലം വളരെ ക്രിയാത്മകമായി പാർട്ടിയെ നയിച്ച ഒരു നേതാവ് തൽസ്ഥാനം ഒഴിയുമ്പോൾ ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇപ്പോൾ കാണുന്ന ഒരവസ്ഥ. ആ ഷോക്കിൽ നിന്ന് മുക്തമാകുന്നതോടുകൂടി പാർട്ടി ഒരുമിച്ച് പോകും. ശ്രീ PC ചാക്കോയുടെയും കൂടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും സംഘടന മുന്നോട്ട് ചലിക്കുക. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. അതായത് NCPക്ക് അകത്തുണ്ടായ സമവാക്യങ്ങളിലെ ചില വ്യത്യാസമാണ് ഇപ്പോൾ PC ചാക്കോയെ പ്രകോപിപ്പിച്ചതും അല്ലെങ്കിൽ PC ചാക്കോ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമെന്നതും ഉറപ്പാണ്. കാരണം മറുവശത്ത് ഇപ്പോൾ ഇതാ തോമസ് കെ തോമസ് ശശീന്ദ്രന്റെ ആശീർവാദത്തോടെ പിന്തുണയോടെ സംസ്ഥാന അധ്യക്ഷനാകാൻ പോയിരിക്കുന്നു. ചാക്കോയാകട്ടെ സുരേഷ് ബാബുവിന്റെ പേര് പറയുന്നുണ്ട്, പക്ഷേ അത് എത്ര കണ്ട് പരിഗണിക്കപ്പെടുമെന്ന ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിലുമാണ്. അപ്രസക്തനായി എന്നൊരു തോന്നൽ ചാക്കോയ്ക്ക് ഉണ്ടായോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, കൂടുതലും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പ്രാധാന്യവും അല്ലെങ്കിൽ തനിക്ക് തൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു വിലയും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന ചാക്കോയ്ക്ക് തന്നെ PC ചാക്കോയ്ക്ക് തന്നെ ഒരു ബോധ്യം വന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു, പക്ഷെ അതിലൊരു വലിയ തീരുമാനം ഒന്നും ഉണ്ടാകുന്നില്ല. ഒരു അധ്യക്ഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ NCPയിലുള്ളത്. കാരണം NCP അത്ര കണ്ട് കേരളത്തിൽ ശക്തമാണോ എന്നെല്ലാം തന്നെ ചോദ്യം ഉയരുമ്പോഴും ആ ചോദ്യത്തിനും അപ്പുറത്താണ് അതിനകത്ത് ഗ്രൂപ്പിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് വലിയ രീതിയിൽ. കാരണം ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാകും എന്നൊരു വിഭാഗം വിശ്വസിക്കുമ്പോൾ നടപ്പാക്കില്ല എന്ന് തന്നെ തീരുമാനമെടുത്തുകൊണ്ടാണ് മറുപക്ഷം നിൽക്കുന്നത്. അത് നമ്മൾ ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച തർക്കത്തിൽ എല്ലാവരും തന്നെ ഞെട്ടിയതാണ്. കാരണം സംസ്ഥാനം ഒരു ഘടകം, ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അത്ര കണ്ട അപ്രമാദിത്വം മറുഭാഗത്തിന് ബോധ്യപ്പെടുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു സംസ്ഥാന അധ്യക്ഷ പദവി എന്ന് സ്വയം അദ്ദേഹം ആലോചിച്ച് പോകുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ആരായാലും ആ രീതിയിലേക്കെല്ലാം തന്നെ ചിന്തിച്ചു പോകും. പക്ഷേ ഇതുകൊണ്ടൊന്നും NCPയിലെ ഇപ്പോഴുള്ള ഒരു അംഗക്കളി അവസാനിക്കില്ല എന്ന് തന്നെ പറയാം. കാരണം അധ്യക്ഷ തെരഞ്ഞെടുപ്പും അത്ര കണ്ട് സുഗമമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും നിലവിലെ അന്തരീക്ഷത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം മന്ത്രിയാകാനുള്ള സാധ്യത തീർത്തും മങ്ങിയതോടെ അത് തോമസ് കെ തോമസിന് തന്നെ ബോധ്യപ്പെടാൻ കുറേയധികം സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാവർക്കും അത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു, വലിയ സാധ്യതയൊന്നുമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അവസാന ഘട്ടം വരെയും വിശ്വസിക്കുകയും ചെയ്തു. അത് PC ചാക്കോ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായ ഘട്ടത്തിലാണ് ശശീന്ദ്രപക്ഷത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് വളരെ തിടുക്കത്തിൽ ഈ രാജിപ്രഖ്യാപനവുമായി വരികയും ചെയ്യുന്നു. അതേ വേഗതയിൽ തന്നെയാണ് തോമസ് കെ തോമസ് ശശീന്ദ്രനുമായി ചേരുന്നത്. ഇതെല്ലാം ഈ പുതിയ സമവാക്യ രൂപീകരണത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ശശീന്ദ്രന്റെ പിന്തുണയോടുകൂടിയാണ് തോമസ് കെ തോമസ് അധ്യക്ഷ പദവിയിലേക്ക് നോട്ടം അയക്കുന്നത്. പക്ഷേ മറുഭാഗത്ത് സ്ഥാനമൊഴിഞ്ഞ അല്ലെങ്കിൽ രാജിവെച്ച PC ചാക്കോ നിർദ്ദേശിക്കുന്ന പേരുകളിൽ തോമസ് കെ തോമസിൻ്റേതില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു നിർദ്ദേശാനുസരണം എന്തെങ്കിലും നടപ്പാകുമോ എന്നും നമുക്ക്
പറയാനുള്ളൊരു ഇതിലൊന്നുമല്ല. എങ്കിൽ കൂടിയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പേരുകളെല്ലാം തന്നെ PM സുരേഷ് ബാബു, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ KR രാജൻ തുടങ്ങിയവരുടെ ആ ഒരു പേരുകളാണ്. കാരണം സ്ഥാനമൊഴിഞ്ഞാലും തനിക്ക് തന്നെ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കുറച്ചെങ്കിലും കഴിയുക എന്ന ലക്ഷ്യം അദ്ദേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് PC ചാക്കോ. പക്ഷെ അതെല്ലാം എത്ര കണ്ട് പ്രായോഗികമാണ്. കാരണം അങ്ങനെ രണ്ട് ചേരികളായിട്ട് ഇവർ മാറിയിരിക്കുന്നു എന്നതാണ്. LDF വിടില്ല എന്ന് ആവർത്തിച്ച ഇവർ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. കാരണം മറ്റൊരു സാധ്യതയുമില്ല, അതുകൊണ്ട് തന്നെ LDFൽ തന്നെ തുടരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ പാർട്ടിക്കകത്തെ പടലപ്പിണക്കം കൂടുതൽ രൂക്ഷമാവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തോമസ് കെ തോമസ് ദേശീയ നേതൃത്വത്തെ കാണാൻ പോയാലും തിരിച്ചു വന്നാലും വളരെ പെട്ടെന്നൊരു തീരുമാനം തിടുക്കത്തിലേക്ക് ഉണ്ടാകുമെന്നില്ല. കാരണം തോമസ് കെ തോമസിൻ്റെ ഒരു നേരത്തെ ഉണ്ടാക്കിയ ഒരു വിവാദങ്ങളുണ്ട്, ഇത് സംബന്ധിയായ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും അത് ഇപ്പോഴും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. ചുരുങ്ങിയ പക്ഷം LDFലെങ്കിലും അത് പലപ്പോഴും ചോദ്യമാകുന്നുണ്ട്. എന്തായാലും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള യാത്രയും അത്ര കണ്ട് സുഗമമാകാനുള്ളൊരു വഴി ഉണ്ടെന്ന് തോന്നുന്നില്ല. മന്ത്രിസ്ഥാനം പോലെ തന്നെ ദുർഘടം പിടിച്ച ഒരു പാതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ NCPയുടെ അധ്യക്ഷ സ്ഥാനം ചൊല്ലിയുള്ള ഒരു യാത്രയും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഗ്രൂപ്പ് അത്ര കണ്ട് ശക്തമായിരുന്നു, വിഭാഗീയത പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ വേരോടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.